ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മൾട്ടിമീറ്റർ ആണ്. അപ്പോൾ ഞങ്ങളുടെ ടൂൾസ് ആൻഡ് വർക്ക് സ്കിൽ ഫെമിലറൈസേഷൻ വീഡിയോയുടെ പല എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. നമ്മൾ ആദ്യത്തെ എപ്പിസോഡുകളിൽ ബേസിക് ടൂൾസ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഈ പ്രാവശ്യം നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അതായത് നമ്മുടെ മൾട്ടിമീറ്റർ സാധാരണ വീടുകളിൽ ഉപയോഗിക്കാറില്ലെങ്കിലും നമുക്ക് ഇനി മുതൽ എങ്ങനെയൊക്കെ മൾട്ടിമീറ്റർ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ ധാരണയൊക്കെ വരും. അപ്പോൾ എല്ലാവരും ചെറിയ രീതിയിൽ നമ്മുടെ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റുകൾ, ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റുകളൊക്കെ പഠിച്ചു വരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മൾട്ടിമീറ്റർ ആണ്. മൾട്ടിമീറ്റർ അതായത് മൾട്ടിമീറ്റർ, ഈ വാക്കുകളുടെ രണ്ട് പ്രത്യേകതയുണ്ട്. മീറ്റർ വാല്യൂ കാണിക്കുന്നത്, ഒരു ഇൻഡിക്കേറ്റർ അല്ല, വാല്യൂസ് ആണ്, ന്യൂമറിക്കൽ വാല്യൂസ് ആണ് നമുക്ക് തരുന്നത്. മൾട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വി ഓൾ നോസ് പലതരത്തിലുള്ള വാല്യൂസ് കാണിക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് 3 ടൈപ്പാണ്. പലരും കണ്ടിട്ടുണ്ടാവും ഈ ഓൾഡ് ടൈപ്പ്, അനലോഗ് ടൈപ്പ്. ഇത് ഇന്നത്തെ കാലത്ത് വളരെ ചുരുക്കമാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് അവന്റെ ഫാദർ ഉപയോഗിച്ചിരുന്നതാണ് ഈ അനലോഗ് ടൈപ്പ്. പക്ഷെ ഞങ്ങൾ ആരും ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഒരു ആന്റിക് പീസായിട്ട് ഞങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഇത് സക്കുറ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ഓക്കെ, ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് എ സെന്റർ നോബ്. സെയിം എല്ലാ മൾട്ടിമീറ്ററിനെ പോലെ ഇതിനും ഒരു സെന്റർ നോബ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ വെരി ഓൾഡ് വൺ ആൻഡ് വെരി ആന്റിക്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല, നമ്മളിവിടെ ഡിജിറ്റലാണ്. പിന്നെ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഡിജിറ്റൽ ഉണ്ട്, ഡിജിറ്റൽ മൾട്ടിമീറ്റർ, പിന്നെ ഒരു ക്ലാമ്പ് മീറ്റർ വിച്ച് ഈസ് ഓൾസോ എ ഡിജിറ്റൽ മൾട്ടിമീറ്റർ തന്നെയാണ്. ഇതിൽ മൾട്ടിമീറ്ററും ഉണ്ട്, ക്ലാമ്പ് മീറ്ററും ഉണ്ട്. ഇതിന്റെ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് മൾട്ടിമീറ്റർ കണ്ടമാനം ഫംഗ്ഷനുകൾ ഈ മൾട്ടിമീറ്ററിനുണ്ട്. ഇലക്ട്രോണിക്സ് ഉപയോഗിക്കുന്നവർക്കാണ് കൂടുതലും ഇതിലത്തെ കുറേ കാര്യങ്ങൾ ആവശ്യം വരുന്നത്, ഇലക്ട്രോണിക്സ് വർക്കുകൾ ചെയ്യുന്നവർക്ക്. അപ്പോൾ ഇത് 150 രൂപ മുതൽ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ക്ലാമ്പ് മീറ്ററും മൾട്ടിമീറ്റർ തന്നെയാണ്. പക്ഷേ മൾട്ടിമീറ്റർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലാമ്പ് മീറ്ററിൽ ഫംഗ്ഷൻസ് കുറവാണ്. പക്ഷെ നമ്മുടെ ഒരു വീട്ടിലോട്ട് ആവശ്യമുള്ള ഫംഗ്ഷനുകൾ ഒരു ക്ലാമ്പ് മീറ്ററിൻ്റെ അകത്തുണ്ടാവും. പിന്നെ ഇതിന്റെ റേറ്റിംഗ് കൂടുതലാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നതിന്റെ ക്ലാമ്പ് മീറ്ററിന്റെ റേറ്റിംഗ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫംഗ്ഷനുകളൊക്കെ ഈ ക്ലാമ്പ് മീറ്ററിലുണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് എ മൾട്ടിപർപ്പസ് തിങ്. ഈ മൾട്ടിമീറ്റർ, ഈ കാണുന്ന മൾട്ടിമീറ്ററിൽ കണ്ടമാനം ഫംഗ്ഷൻസ് ഉണ്ടെങ്കിലും ഇലക്ട്രോണിക്സ് ആണ്. ഇതിന്റെ പ്രൈസ് റേഞ്ചസ് ഓരോ ഫംഗ്ഷനുകളുടെയും ഡ്യൂറബിലിറ്റിയുടെയും അതിന്റെ ഫംഗ്ഷനുകളുടെ ഇമ്പോർട്ടൻസും ആക്യുറസിക്ക് അനുസരിച്ചിട്ട് ഇതിന്റെ വിലകൾ കൂടും. അപ്പോൾ നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള ഫംഗ്ഷനുകൾ എല്ലാതും ഈ ക്ലാമ്പ് മീറ്റർ വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ ക്ലാമ്പ് മീറ്ററിൽ സെന്റർ നോബ് എല്ലാ മൾട്ടിമീറ്ററിലും കാണാം. നിങ്ങൾ ഏതൊരു ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന, ഇലക്ട്രോണിക്സ് ബേസിക്കലി ചെയ്യുന്നവരുടെ കയ്യിൽ എങ്ങനെ പോലും ഒരു മൾട്ടിമീറ്റർ ഉണ്ടാവും. അതിൽ ആദ്യത്തെ സെന്ററിലാണ് ഈ സെന്റർ നോബ്. ഈ സെന്റർ നോബ് പലരും അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിക്കുന്നതാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും അറിയാറില്ല എന്തിനാണ് തിരിക്കേണ്ടത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിലത്തെ പല കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പോൾ ഈ ക്ലാമ്പ് മീറ്ററിൽ കുറച്ച് ഓപ്ഷനുകളുണ്ട്. സെൻട്രൽ ഓഫ്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആംപിയറേജ് ചെക്ക് ചെയ്യാനുള്ളത്, അത് ഹൈ ആംപിയറേജ് ലോ ആംപിയറേജിന് ചെക്ക് ചെയ്യാനുള്ളത്, പിന്നെ AC വോൾട്ടേജ്, പിന്നെ DC വോൾട്ടേജ്, പിന്നെ കണ്ടിന്യൂറ്റി, പിന്നെ റെസിസ്റ്റൻസ്, പിന്നെ എക്സ്റ്റേണൽ യൂണിറ്റ്, ഹൈ റെസിസ്റ്റൻസ്. നമുക്ക് ഇത്രയും ഫംഗ്ഷനുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ ഒരുവിധം ഉപകരണങ്ങളുടെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആക്ച്വലി എന്തൊക്കെ ഇതിൽ കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഡെമോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ക്ലാമ്പ് മീറ്റർ ആണ്. അപ്പോൾ ക്ലാമ്പ് മീറ്റർ ആകുമ്പോൾ നോൺ കോൺടാക്ട് ബേസിൽ നമുക്ക് ഒരു വയറിൽ കൂടെ എത്ര കറണ്ട് കടന്നു പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഇവിടെ ഞാനൊരു സ്വിച്ച് ബോർഡാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു വാട്ടർ ഹീറ്റർ ആണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു വാട്ടർ ഹീറ്റർ കണക്ട് ചെയ്തു. അപ്പോൾ ഇതിലൊരു വാട്ടർ ഹീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്വിച്ച് ബോർഡ് വന്നു. ഇത് രണ്ട് വയറായിട്ടുള്ളൊരു പഴയ സ്വിച്ച് ബോർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ഞാൻ ഇതിൽ ക്ലാമ്പ് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആംപിയറും കാണിക്കില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പോസിറ്റീവ് വന്ന് നെഗറ്റീവോടെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ ആം പുട്ടിങ് ഇറ്റ് ഓഫ് ആംപിയറേജ് ഓവർ ഹിയർ. ആംപിയറേജിലിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഒരു കേബിളിലോട്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ കാണാൻ പറ്റും. സി, എൻ്റെ വാട്ടർ ഹീറ്റർ 8 ആംപിയർ കറണ്ടാണ് ഉപയോഗിക്കുന്നത്. 8 ആംപിയർ കറണ്ടാണ് ഉപയോഗിക്കുന്നത്.
ഇത് ഞാൻ 2 വയറിലേക്കും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സി 0 ആണ്. കാരണം പോസിറ്റീവ് നെഗറ്റീവും കൂടി അത് ന്യൂട്രലൈസ് ചെയ്ത് പോകും. അപ്പോൾ എപ്പോഴും ക്ലാംമീറ്റർ ഉപയോഗിക്കുമ്പോൾ സിംഗിൾ വയറിൽ നോക്കണം. കണ്ട, ഇതിപ്പോൾ ന്യൂട്രൽ വയറിലായാലും ഫേസ് വയറിലായാലും വാല്യൂസ് സെയിം ആയിരിക്കും കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആംപിയറേജ് എങ്ങനെ ചെക്ക് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ വാല്യൂ, കറണ്ടിന്റെ വാല്യൂ ഇതിൽ കാണിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷനാണ് വോൾട്ടേജ്. നമ്മുടെ ഇവിടെ 2 തരത്തിലുള്ള വോൾട്ടേജ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും പുറമെ രാജ്യങ്ങളിൽ എല്ലാവരും വരയ്ക്കുന്നവരുണ്ട്. പലരും പല ടൈപ്പ് വോൾട്ടേജ് എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. 110 എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ ഫാർ ഈസ്റ്റ്, അതായത് ജപ്പാൻ ആ സൈഡിലൊക്കെ 110 വാട്ട്സ് ആണ് അവരുടെ ഇലക്ട്രിസിറ്റി, വീടുകളിലേക്ക് വരുന്ന കറണ്ട്. നമുക്ക് ഇവിടെ 220 ആണ്. പക്ഷെ അത് നമുക്ക് ചെക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വോൾട്ട് AC കറണ്ടാണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് AC വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഇയർ ഞാനിവിടെ ഒരു സ്വിച്ച് ബോർഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ മീറ്റർ കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വോൾട്ട്, 220 വാട്ട്സ് ആണ്. 220 വോൾട്ടാണ് നമ്മുടെ കറണ്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ടെസ്റ്ററിൽ കാണിച്ചിരുന്നു എങ്ങനെ ഇത് എന്താ പറയുക, കറണ്ട് പോകുന്നുണ്ടോ എന്നുള്ളത്. ഇതും വേറൊരു രീതിയിൽ വാല്യൂ, മറ്റേതൊരു ഇൻഡിക്കേറ്റർ ആയിരുന്നു ലൈറ്റ് കാണിച്ചിരുന്നത്. ഇതിൽ നമുക്ക് വാല്യൂ കാണാം. അതുപോലെ തന്നെ DC-യിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DC വോൾട്ടേജ്, ഞാനൊരു ബാറ്ററിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററിയിൽ ഇത് ഉപയോഗിച്ചൊരു ബാറ്ററിയാണ്, പകുതി ചാർജ് ഉണ്ടാവാൻ വഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കരുതുന്നു. ഇതൊരു 6 വോൾട്ട്സ് ആണ് ഈ ബാറ്ററിയിൽ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് DC ആണ്. ഒരു കാരണവശാലും DC-യിൽ ഇട്ടിട്ട് AC-യിൽ കൊണ്ടുപോയി കുത്തരുത്, മീറ്റർ കേടാവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ വരുന്നതാണ് കണ്ടിന്യൂറ്റി മീറ്റർ. ഈ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വയറ് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് കണ്ടിന്യൂറ്റി മീറ്റർ. ഓക്കെ, ഞാനിവിടെ ഒരു പഴയൊരു വയർ എടുത്ത് സാമ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വയർ നമുക്കൊരു എക്സ്പെരിമെന്റ് നടത്താം. നമുക്കിത് കട്ട് ചെയ്യാം. ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് 2 വയറുണ്ടല്ലോ, സ്പ്ലിറ്റ് വൺ വയർ. ഓക്കെ, അതിനുശേഷം ഇത് കണ്ടിന്യൂസ് വയറാണ്. അപ്പോൾ ഈ 2 വയറിന്റെ സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു ബീപ്പ് എന്നുള്ളൊരു സൗണ്ട് നിങ്ങൾക്ക് വരും. കേൾക്കുന്നില്ലേ? ഇത് വയർ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ദ സെയിം വയർ നമ്മൾ കട്ടായി. ഇപ്പോൾ ഇന്റേണലി കട്ടാവാം. ഞാൻ നിങ്ങൾക്കൊരു ഡെമോൺസ്ട്രേഷൻ വർക്കിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ 2 വയർ കട്ടായ വയറിൻ്റെ 2 സൈഡിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും, കണ്ടിന്യൂറ്റി നമുക്ക് ഉണ്ടാവില്ല, ബീപ്പ് എന്നുള്ള സൗണ്ടില്ല. അതായത് ഇപ്പോൾ നമ്മൾ വിസിബിൾ ആണ് കട്ട് ചെയ്തിട്ടുള്ളത്. ചില കേസുകളിൽ എന്തുണ്ടാവും, നമ്മുടെ ഇപ്പോൾ വയറിങ് നടത്തിയതിന് ശേഷം ഉള്ളിൽ നിന്ന് വല്ല എലി കട്ട് ചെയ്ത് പോവേ, അല്ലെങ്കിൽ ചില സർക്യൂട്ട് ബോർഡിൽ കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ നമുക്ക് ഇതിൽ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് റെസിസ്റ്റൻസ് ആണ്. നമുക്കറിയാലോ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ റെസിസ്റ്റൻസ് എവിടെയാണെന്നുള്ളത് നമ്മൾ ഉപയോഗിച്ചു. അവിടെ നമ്മുടെ കറണ്ടിന്റെ ഫ്ലോ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് റെസിസ്റ്ററിന്റെ ഇതിൽ നമുക്ക് എത്രേന്റെ റെസിസ്റ്റൻസ് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. റെസിസ്റ്റൻസിന്റെ വാല്യൂ 1400, ദാറ്റ് ഈസ് 14K റെസിസ്റ്റന്റ് ആണത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൾട്ടിപ്പിൾ യൂസ് ഓഫ് എ മൾട്ടിമീറ്റർ. ഇത് ഇപ്പോൾ നിങ്ങളുടെ വീടുകളിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ പലപ്പോഴും അയ്യോ ഇതൊരു വലിയൊരു സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇതിൽ എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ മൾട്ടിമീറ്ററിൽ കണ്ടമാനം ഫംഗ്ഷനുകളുണ്ട്. ഇത്രയും ഫംഗ്ഷനുകൾ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾക്ക് ആവശ്യമില്ല. നമുക്ക് ഇതേമാതിരി ഒരു ക്ലാംമീറ്റർ ഉണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വില വരുന്നത് ഒരു 800 റുപ്പീസ് തൊട്ട് 500-600 റുപ്പീസ് തൊട്ട് ക്വാളിറ്റി കൂടിയത് നമുക്ക് മേടിക്കാൻ കിട്ടും മാർക്കറ്റിൽ. അപ്പോൾ മൾട്ടിമീറ്റർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയെന്ന് കരുതുന്നു. ഐ ഹോപ്പ് യു ആൾ എൻജോയ്ഡ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ വീഡിയോകളെല്ലാതും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു പ്രസ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ ഓൾസോ. So thanks for watching and have a great day to you all. Thank you.